നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. എരുമപ്പെട്ടി ചിറമനേങ്ങാട് നെല്ലിക്കുന്നിൽ വീടിനുള്ളിൽ മനുഷ്യന്റെ അസ്ഥിക്കൂടം കണ്ടെത്തിയ സംഭവം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഫോറൻസിക് വിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തി. ചിറമനേങ്ങാട് നെല്ലിക്കുന്ന് പാടശേഖരത്തിന് സമീപം ആൾതാമസമില്ലാത്ത വീടിന്റെ പുറകിലത്തെ വരാന്തയിലാണ് കുഴിച്ചിട്ട നിലയിൽ തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തിയത്. 3 വർഷം മുമ്പാണ് വീട്ടിൽ ആൾതാമസമുണ്ടായിരുന്നത്. ആലപ്പുഴയിലുള്ള സ്ത്രീകളടക്കമുള്ള ഒരു കുടുംബവും ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ് ഇവിടെ താമസിച്ചിരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. വീടുമായി നാട്ടുകാർക്ക് അടുപ്പമുണ്ടായിരുന്നില്ല. അടഞ്ഞുകിടന്നിരുന്ന വീട് പഴയ ഉടമസ്ഥന്റെ കയ്യിൽ നിന്നും 2 വർഷം മുമ്പ് മറ്റൊരാൾ വാങ്ങിയിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഓടിട്ട വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിവരികയാണ്. ഞായറാഴ്ച വൈകിട്ട് വീടിന്റെ പുറകിലെ ചായ്പിൽ അടുപ്പ് നിന്നിരുന്ന ഭാഗത്ത് നിലം പൊളിക്കുന്നതിനിടയിലാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. തുണികളിലും പായയിലും പൊതിഞ്ഞ നിലയിലാണ് മൃതദേഹം കുഴിച്ചിട്ടിരുന്നത്. അസ്ഥികളോടൊപ്പം തുണികളുടെയും പായയുടെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തി. തിരിച്ചറിയാതിരിക്കാൻ മൃതദേഹം കുഴിച്ചിട്ടതിനു ശേഷം കുഴി മൂടി സിമന്റ് തേച്ചിരിക്കുകയായിരുന്നു. കുന്നംകുളം ACP CR സന്തോഷിന്റെയും എരുമപ്പെട്ടി ഇൻസ്പെക്ടർ അനീഷ് കുമാറിന്റെയും നേതൃത്വത്തിലാണ് അന്വേഷണം. ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നവരെ കേന്ദ്രീകരിച്ചാണ് പ്രാഥമിക അന്വേഷണം നടക്കുന്നത്. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ്, മെമ്പർ ആമിന സുലൈമാൻ എന്നിവരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും സ്ഥലത്തെത്തി. മാനവരുടെ പാപപരിഹാരത്തിനായി സ്വയം ബലിയായി തീർന്ന ദൈവപുത്രന്റെ കുരിശുമരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും സ്മരണയിൽ ക്രൈസ്തവർ വലിയ നോമ്പിലേക്ക് പ്രവേശിച്ചു. ഇനിയുള്ള 50 നാളുകൾ വ്രതാനുഷ്ഠാനത്തിലൂടെയും പ്രാർത്ഥനകളിലൂടെയും സ്വയം നവീകരണത്തിലൂടെയും വിശ്വാസി സമൂഹം പ്രത്യാശയുടെ ഉയർപ്പു തിരുനാളിനായി ഒരുങ്ങും. ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് മുൻപുള്ള പ്രധാന സംഭവങ്ങളിലൂടെയാണ് ക്രൈസ്തവർ ഈ ദിവസങ്ങളിൽ കടന്നുപോകുന്നത്. 40 ദിവസത്തെ ഉപവാസത്തോടെയുള്ള പ്രാർത്ഥനയും തുടർന്ന് പടയാളികൾ ക്രിസ്തുവിനെ പിടികൂടി പിലത്തോസിന്റെ മുൻപിൽ ഹാജരാക്കി വിചാരണ നടത്തുന്നതും ജനക്കൂട്ടത്തിന്റെ ആവശ്യാർത്ഥം കുരിശുമരണത്തിന് വിധിക്കുന്നതും ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ പ്രാർത്ഥനകളിൽ ഉൾപ്പെടും. കുരിശു വഹിച്ചുകൊണ്ട് ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയനായ ഗാഗുൽത്ത മലയിലേക്കുള്ള ദൈവപുത്രന്റെ യാത്രയും ഇരുവശങ്ങളിൽ നാട്ടിയ കുരിശുകളിൽ കള്ളന്മാർക്കൊപ്പം മധ്യേയുള്ള മരക്കുരിശിൽ മരണം വരിച്ചതും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതുമായ ത്യാഗനിർഭരമായ സംഭവങ്ങളിലൂടെ കടന്നുപോയാണ് 50 ദിനരാത്രങ്ങൾ നീണ്ട വലിയ നോമ്പാചരണം സമാപിക്കുക. തിപ്പിലിശ്ശേരി ചിറമനേങ്ങാട് റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് UDF പള്ളിക്കുളം മേഖലാ കമ്മിറ്റി കഴിഞ്ഞ 5 ദിവസമായി നടത്തിവന്നിരുന്ന ഉപവാസ സമരം അവസാനിപ്പിച്ചു. കഴിഞ്ഞ 5 വർഷമായിട്ടും തകർന്ന റോഡിന്റെ പുനർനിർമ്മാണത്തിനായി യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് നിരവധി സമരങ്ങളാണ് UDFന്റെ നേതൃത്വത്തിൽ നടത്തിയത്. ഇനിയും റോഡിനോടുള്ള അവഗണന തുടരുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള സമരങ്ങൾക്ക് തയ്യാറാകുമെന്ന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സോയ ജോസഫ് പറഞ്ഞു. വിവിധ ദിവസങ്ങളിൽ ഉപവാസം അനുഷ്ഠിച്ച പ്രവർത്തകരെ ഹാരാർപ്പണം നടത്തി. തിപ്പിലിശ്ശേരി സെന്ററിൽ യൂത്ത് കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം പ്രസിഡന്റ് MH ഹക്കീം അധ്യക്ഷത വഹിച്ചു. MSF ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും കടവല്ലൂർ പഞ്ചായത്ത് അംഗവുമായ സുഹൈൽ മുഖ്യാതിഥിയായി. വാർഡ് മെമ്പർമാരായ KP ദിവ്യ, ബിനി സുഭാഷ്, ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി KK ഉസ്മാൻ, MSF ജില്ലാ പ്രസിഡന്റ് ഷെഫീഖ്, കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് നിഹാൽ എന്നിവർ സംസാരിച്ചു. നേരത്തെ പള്ളിക്കുളത്ത് നിന്നും പന്തംകുളത്തി പ്രകടനവും സമരത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ 50 നോൻപിന്റെ ആരംഭം കുറിച്ചുകൊണ്ട് വിഭൂതി തിരുനാൾ ആചരിച്ചു. പ്രത്യേക തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോഷി ആളൂർ, സഹവികാരി ഫാദർ സാന്റിയോ എലവത്തിങ്കൽ എന്നിവർ കാർമ്മികരായി. സഹവികാരി ഫാദർ സാന്റിയോ എലവത്തിങ്കൽ വിഭൂതിയുടെ സന്ദേശം നൽകി. കൈക്കാരന്മാരായ KA ബേബി, MK ജോഷി, KA രാജു, ജോയ് ആന്റണി എന്നിവർ നേതൃത്വം നൽകി. ചരമം. ചാട്ടുകുളം ചിറ്റഞ്ഞൂർ പരേതനായ കാണംകോട്ട് അപ്പുക്കുട്ടൻ മകൻ സൂര്യൻ നിര്യാതനായി. 67 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് കോട്ടപ്പടി ഗുരുവായൂർ നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടത്തും. LIC ഏജന്റായിരുന്നു പരേതൻ. കാർത്തിയായിനി മാതാവും മിനി ഭാര്യയുമാണ്. സ്വാതി, നീതു എന്നിവർ മക്കളാണ്. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.